ഓ, ഞങ്ങളും ഒക്കെ കുറെ കൊച്ചുങ്ങളെ പ്രസവിച്ച് വളർത്തിയതാന്നേ. ഇപ്പോഴാദ്യമായിട്ടാ ഇങ്ങനെ കുറെ പരിഷ്കാരമൊക്കെ കാണുന്നത്. അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ പിള്ളേരൊക്കെ ആയതിനു ശേഷം അവർക്ക് നമ്മളൊന്നും ഒരു വിലയില്ലെന്നേ. നമ്മൾ പറഞ്ഞാലൊന്നും ഒന്നും കേൾക്കത്തില്ല. എന്റെ മോനുണ്ടല്ലോ, ഞാൻ ഇപ്പോഴും വരച്ച വരയിൽ അവന് നിർത്തുന്നത്. അവക്കൊരു മുട്ടുസൂചി വാങ്ങിച്ചു കൊടുക്കണമെങ്കിലും അവൻ എന്നോട് ചോദിക്കും. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണണം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ അൺഫോളോ ചെയ്യാൻ തോന്നുമായിരിക്കും. പക്ഷേ മുഴുവൻ കേട്ടിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബെറ്റർ ആക്കാം. ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ കുട്ടികളെ പ്രസവിച്ച് വളർത്തിയവരായിരിക്കും. പക്ഷെ അതോടെ നിങ്ങളുടെ ജോലി തീർന്നു. നിങ്ങളുടെ മക്കളുടെ കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്യേണ്ടതും വളർത്തേണ്ടതും ആ കുട്ടികളുടെ പേരൻസ് ആണ്, അതായത് നിങ്ങളുടെ മക്കളാണ്. കൊച്ചുമക്കളെ വളർത്തുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരല്പം സഹായിക്കാം. പക്ഷേ ആ കുട്ടികളുടെ അച്ഛനും അമ്മയും പറയുന്ന കാര്യത്തിന് നേരെ വിപരീതമായി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അത് പാടെ തള്ളിക്കളയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഈ കുട്ടികളുണ്ടല്ലോ, നല്ല ബുദ്ധിയുള്ളവരാ. എവിടെയാണോ അവർക്ക് ഒരു ലാക്സിറ്റി ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അയവ് ഫീൽ ചെയ്യുന്നത്, അങ്ങോട്ടേക്ക് അവർ ചായും. നിങ്ങൾ അപ്പനും അമ്മയായിട്ടിരിക്കുമ്പോൾ ലാക്സിറ്റി കാണിച്ച കുട്ടികൾ നിങ്ങളുടെ അടുത്തേക്ക് ചായുന്നതിൽ തെറ്റില്ല. പക്ഷെ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആള് അവർക്ക് ഫേവറബിൾ ആയിട്ട് നിൽക്കും, അവരെ മാനിപ്പുലേറ്റ് ചെയ്യും. അതെന്തൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് അച്ഛനും അമ്മയും പറയുന്നത് കേട്ടാൽ മതി എന്നുള്ളത് കുട്ടികളെ നേരത്തെ ശീലിപ്പിക്കുക. ഇനി രണ്ടാമത് പറഞ്ഞ കാര്യം, ഈ അഡൾട്ട് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ അല്ല, അഡൾട്ട് ആണ്. നിങ്ങളുടെ മക്കളെ നിങ്ങളൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് കണക്കാക്കുക. അവരുടെ ജോബ് ചേഞ്ചിനെ പറ്റിയോ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റിയോ, പേരന്റിങ്ങിനെ പറ്റിയോ, അതോ അല്ലെങ്കിൽ ഒരു ചട്ടിയും കലോ വാങ്ങുന്നതാവട്ടെ, അതിനെ പറ്റിയോ നിങ്ങൾ അഭിപ്രായം പറയാതിരിക്കുക. അതിന്റെ തീരുമാനങ്ങളൊക്കെ അവർ ചിന്തിച്ചെടുത്തോളൂ. ഓ, നിങ്ങൾ വരച്ച വരയിലാണോ നിങ്ങളുടെ മക്കൾ എപ്പോഴും നിൽക്കുന്നത്? കഷ്ടമുണ്ട് കേട്ടോ. നിങ്ങളൊരു ടോക്സിക് എൻവയൺമെന്റിൽ അവരെ കൊണ്ട് നിർത്തിയിട്ട് അവരുടെ ഗതികേടും അവരുടെ കഷ്ടപ്പാടും ഒക്കെ എൻജോയ് ചെയ്യുകയാണ്. അതൊരു സാഡിസ്റ്റിക് മെന്റാലിറ്റിയാണ്. കുടുംബത്തിലെ സമാധാനം നിലനിർത്താൻ വേണ്ടി അവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാ, അല്ലെങ്കിൽ ഒന്ന് താഴ്ന്നു തരുന്നതാ. പക്ഷേ അത് അവരെ എത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇനി വേറൊരു കാര്യം പറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വീട്ടിൽ പോയി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെ ഹെൽപ്പിന് വരുന്ന ആൾക്കാരുടെ ഫ്രണ്ടിൽ വെച്ചിട്ട്, ഓ ഇവൻ അല്ലെങ്കിൽ ഇവള് പണ്ടേ ഒരു ഉത്തരവാദിത്തമില്ല, പണ്ടേ ചെറുപ്പത്തിൽ അടുക്കും ചിട്ടയില്ല, അല്ലെങ്കിൽ ഇവള് പറയുന്ന കാര്യമൊന്നും നീ കേൾക്കണ്ടേ എന്നൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങ് പോകും. പിന്നെ ആ ഹെൽപ്പിന് വരുന്ന ആളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനുള്ളതും അവിടെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതും നിങ്ങളുടെ മക്കളുടെ ജോലിയാണ്. പ്ലീസ് ഡോണ്ട് മേക്ക് ദേ വർക്ക് ഹാർഡ് ഫോർ ദം. കല്യാണം കഴിഞ്ഞ മക്കളുടെ റൂമിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നോക്കിയാനുള്ള മര്യാദ പല പേരൻസും കാണിക്കാറില്ല. പിന്നെ കയറി കഴിഞ്ഞാലോ, അയ്യോ ഇതെന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത്, നീ ഷർട്ടിന്റെ കൂടെ ആയിരുന്നല്ലോ മുൻപ് പാന്റ് മടക്കി വെച്ചിരുന്നത്, ഇപ്പൊ എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അവരുടെ അലമാര അടുക്കി പെറുക്കുക, അവരുടെ ഡ്രോയർ വലിച്ചു തുറക്കുക. ഇതൊന്നും മര്യാദയുള്ള കാര്യമല്ല. അല്ലെങ്കിലും ഇന്ത്യൻ പേരൻസിന്റെ പ്രൈവസി എന്ന് പറയുന്നത് ഒരിക്കലും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ഇതുപോലുള്ള ഒരുപാട് ഇൻസിഡൻസ് ഇഷ്ടം പോലെ ഞാൻ എന്റെ ജീവിതത്തിൽ പല ഫാമിലീസിലും കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, കുഞ്ഞുങ്ങൾക്ക് അയൺ അബ്സോർപ്ഷൻ ശരിയാവുന്നില്ല, അതുകൊണ്ട് ഡോക്ടർ ചായയും കാപ്പിയും കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ഉടനെ അച്ഛനും അമ്മയും, അതായത് അപ്പനും അമ്മയും കുട്ടികൾക്ക് ചായ കൊടുത്തിട്ട് പറയും ഒരു ഇച്ചിരി ചായയല്ലേ സാരമില്ലാന്ന്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം കൊക്കോവ അലർജി ആണെന്ന് പറഞ്ഞാൽ ഉടനെ ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കും. ഈ കൊക്കോവ അലർജിയുള്ള കൊച്ചിന് ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ ദേഹത്ത് ചൊറിച്ചിലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടത് ഈ അച്ഛനും അമ്മയാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ മോനും മരുമോളും കൂടെ സിനിമയ്ക്ക് പോകുമ്പോൾ കാറിൽ മുമ്പിൽ കയറിയിരിക്കുക, അല്ലെങ്കിൽ അവരോടൊപ്പം ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ ട്രിപ്പ് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും ചുമ്മാ കൊണോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം പല ഫാമിലീസിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് എത്തുമ്പോൾ മിക്കവാറും എന്നെ അൺഫോളോ ചെയ്യും. പക്ഷേ ഒന്ന് ഇരുത്തി ആലോചിച്ച് നോക്കൂ, നമ്മൾ പുന്നാരിച്ച് സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ മക്കളുടെ ജീവിതം എത്ര ദുസ്സഹമാക്കാറുണ്ട്. ഞാൻ ഇതാണ് ശീലിച്ചിട്ടുള്ളത്, എനിക്കിതേ അറിയുള്ളൂ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നതിന് പകരം ഒരു മാറ്റത്തിന് ശ്രമിക്കാം, അല്ലേ? പിന്നെ പലരെ മെൻഷൻ ചെയ്യാൻ നമുക്ക് തോന്നും, പക്ഷെ ഓർക്കുക, സമാധാനമാണ് പ്രധാനം.